ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചണത്തിനെ കുറിച്ചാണ്. ജൂട്ട്, ചണം. ചണത്തിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം ചണത്തിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ് ചണം അറിയപ്പെടുന്ന പേര്. ചാരനിറത്തിലുള്ള ഫൈബർ. ചാരനിറത്തിലുള്ള ഫൈബർ. ചണം അറിയപ്പെടുന്ന പേരേതാണ്? ചാരനിറത്തിലുള്ള ഫൈബർ. രണ്ടാമത്തെ, ചണച്ചെടി. ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഏതിൽ നിന്നാണ്? ചണച്ചെടിയിൽ നിന്നാണ്. ഏറ്റവും ബലമുള്ള നാരാണ് ചണത്തിൻ്റെ നാരുകൾ. പ്രകൃതിദത്ത നാരുകളിൽ ഏറ്റവും ബലമുള്ള നാരാണ് ചണത്തിൻ്റെ നാരുകൾ. ചണകൃഷി പ്രധാനമായും ചെയ്യുന്നത് ഉപോഷ്ണ മേഖലയിലാണ്. ഉപോഷ്ണ മേഖലയിൽ വളരുന്നൊരു സസ്യമാണ് ചണം. അടുത്ത പോയിൻ്റാണ് ബാസ്റ്റ്. തണ്ടുകളിൽ നിന്നും ലഭിക്കുന്ന നാരുകൾക്ക് പറയുന്ന പേരാണ് ബാസ്റ്റ്. ചണച്ചെടിയുടെ തണ്ടുകളിൽ നിന്നും നാരുകൾ എടുക്കും. ആ നാരുകൾക്ക് പറയുന്ന പേരാണ് ബാസ്റ്റ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ജൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റാണ് ജൂട്ട് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ. അടുത്തതായിട്ട് നമുക്ക് ജൂട്ടിൻ്റെ പ്രോസസ്സിംഗ് നോക്കാം. അതിലൊന്നാമത്തേതാണ് ഹാർവെസ്റ്റിംഗ് ഓർ റെറ്റിംഗ്. ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വിളവെടുക്കുകയാണ്. വിളവെടുത്ത ചെടികൾ വെള്ളത്തിൽ 10-20 ദിവസം മുക്കി വയ്ക്കുന്നു. റെറ്റിംഗ്. ഹാർവെസ്റ്റിംഗ് ആൻഡ് റെറ്റിംഗ് എന്ന് പറയുന്നത് അതാണ്. അടുത്തതാണ് സ്ട്രിപ്പിംഗ് ആൻഡ് ഡ്രൈയിങ്. തണ്ടുകളിൽ നിന്നും നാരുകൾ പറിച്ചെടുത്ത് തൊലി കളഞ്ഞ് കഴുകുന്നതാണ് സ്ട്രിപ്പിംഗ്. ഡ്രൈയിങ് എന്ന് പറഞ്ഞത് അതിന് ശേഷം 2-3 ദിവസം ഇത് വെയിലത്ത് വെച്ച് ഉണക്കും. ഇതിനെയാണ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. അടുത്തത് സെലക്ഷൻ ആൻഡ് ബാച്ചിങ്. ഇവയുടെ ഗുണനിലവാരത്തിനനുസരിച്ച് ഇവ തരംതിരിക്കുന്ന പ്രവൃത്തിയാണ് സെലക്ഷൻ ആൻഡ് ബാച്ചിങ്. അടുത്തതാണ് സോഫ്റ്റനിങ് ആൻഡ് പൈലിംഗ്. കട്ടിയുള്ള നാരുകളെ മൃദുവാക്കാനായിട്ട് സോഫ്റ്റ്നർ മെഷീനിലൂടെ കടത്തിവിടുന്ന പ്രക്രിയയാണിത്. ഇവയ്ക്ക് വഴക്കം വരുവാനായിട്ട് 1 മുതൽ 3 വരെ ദിവസം കൂമ്പാരമായിട്ട് സൂക്ഷിക്കുന്നു. അടുത്തതാണ് കാർഡിംഗ്. പൊടിപടലങ്ങളോ മാലിന്യമൊക്കെ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യാനായിട്ട് കാർഡിംഗ് മെഷീനിലൂടെ കടത്തിവിടുന്നു. സ്പിന്നിങ് നമുക്കറിയാമല്ലോ. ഇവ നൂലാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് സ്പിന്നിങ്. അടുത്തത് വീവിങ് ആണ്. ഇതിൽ നൂലാക്കിയവയെ തുണിയാക്കി മാറ്റുന്ന, അത് ഫാബ്രിക്കാക്കി മാറ്റുന്ന പ്രവൃത്തിയാണിത്. അടുത്തതായി നമുക്ക് ജൂട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചണനാരുകൾ പരുപരുത്ത നാരുകളാണ്. അതുപോലെ തന്നെ ഉറപ്പുള്ളവയാണ്. പ്രകൃതിദത്ത നാരുകളിൽ ഏറ്റവും ഉറപ്പുള്ള നാരാണ് ചണത്തിൻ്റെ നാരുകൾ. അടുത്തത് ഇലാസ്തികത വളരെ കുറവാണ് ചണനാരുകൾക്ക്. തിളക്കമുള്ള നാരുകളാണ് ചണനാരുകൾ.
ചണത്തിൻ്റെ നാരുകൾക്ക് ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവ് ഉണ്ട്. ചണനാരുകൾ ഇസ്തിരിയിടാൻ വളരെ എളുപ്പമാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പ്രധാനമായും ചണനാരുകൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് കപ്പൽ പായ, ടെൻറ്റ്, കയറുകൾ, വള്ളങ്ങൾക്ക് കെട്ടുകയറുകൾ, മേശവിരി, തുടപ്പ് തുണി, വെയിൽമറകൾ എന്നിവയൊക്കെ നിർമ്മിക്കാനായിട്ടാണ് ഇവ കൂടുതലായും ഉപയോഗിച്ച് വരുന്നത്.